Okay, pre-stressed concrete part 2 ആണ് ചെയ്യാൻ പോകുന്നത്. Determine the various stresses set up at a mid-span in a pre-tensioned beam 250 mm into 500 mm subjected to an initial pre-stress of 1500 kN and a uniform distributed superimposed load of 5 kN per meter over a span of 15 meter. Assume total loss of pre-stress as 12% and eccentricity of pre-stress at mid-span is 100 mm. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, ടോപ്പ് ആൻഡ് ബോട്ടം മോസ്റ്റ് ഫൈബറിലെ പ്രീ സ്ട്രെസ് തന്നെയാണ്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് ഒരു ടോട്ടൽ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് 12% എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ലോസസ് വീണ്ടും പഠിക്കാനുണ്ട്. അത് ആ ടൈപ്പ് ലോസ് അല്ല, ഇത് ലോസസിന്റെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യമല്ല. ഈ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. അതായത് ട്രാൻസ്ഫറിന്റെ സമയത്ത് നമ്മൾ പ്രീ സ്ട്രെസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള എത്രയാണ് നമ്മുടെ ടോപ്പ് കോൺക്രീറ്റ് ഫൈബറിലെ ടോപ്പ് മോസ്റ്റ് കോൺക്രീറ്റ് ഫൈബറിലെ സ്ട്രെസ് എത്രയാണ്, ബോട്ടം മോസ്റ്റ് ഫൈബറിന്റെ സ്ട്രെസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ട്രാൻസ്ഫർ കഴിഞ്ഞതിന് ശേഷം, അതായത് പ്രീ സ്ട്രെസ് ട്രാൻസ്ഫർ കഴിഞ്ഞതിന് ശേഷമുള്ള സ്ട്രെസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം ട്രാൻസ്ഫർ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനൊരു ലോസ് വരിക. പ്രീ സ്ട്രെസ്സിൽ ലോസ് വരുന്നത് ട്രാൻസ്ഫർ കഴിഞ്ഞതിന് ശേഷമാണ്. അത് ടൈം ഓഫ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുന്നത് ഈ ബീമിന്റെ സെൽഫ് വെയിറ്റും അതുപോലെ തന്നെ പ്രീ സ്ട്രെസ് ഫോഴ്സും മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. എന്നാൽ ട്രാൻസ്ഫർ കഴിഞ്ഞതിന് ശേഷം, ആഫ്റ്റർ ട്രാൻസ്ഫർ ഓഫ് പ്രീ സ്ട്രെസ് നമുക്ക് ഉണ്ടാവുന്നത്, നമുക്ക് എക്സ്റ്റേണൽ ലോഡ് വരുന്നത് ആഫ്റ്റർ ട്രാൻസ്ഫർ ഓഫ് പ്രീ സ്ട്രെസ് ആണ്. എക്സ്റ്റേണൽ ലോഡും അതുപോലെ തന്നെ ഈ ലോസും വരുന്നത് ആഫ്റ്റർ ട്രാൻസ്ഫർ ആണ്. അപ്പൊ ഈ പ്രോബ്ലം എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഗിവൺ ഡാറ്റാസ് എഴുതിയെടുക്കുക. ബി എത്രയാണ് 250, ഡി 500, എൽ ലെങ്ത് നമുക്ക് 15 മീറ്റർ, എന്താണ് എക്സ്റ്റേണൽ ലോഡ് 5 kN per meter ആണ്. ഇനീഷ്യൽ പ്രീ സ്ട്രെസ് 1500 kN, എസെൻട്രിസിറ്റി 100 mm, ലോസ് ഓഫ് പ്രീ സ്ട്രെസ് 12%. ആ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇനി ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം സെക്ഷണൽ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ ഏരിയ ആദ്യം കണ്ടുപിടിച്ചു. ഈ ബീമിന്റെ ഏരിയ എന്ന് പറയുന്നത് 250 into 500. അപ്പൊ നമുക്ക് 125,000 mm² കിട്ടി. ഇനി സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത് 250 into 500 square by 6 ആണ്. അതിന്റെ വാല്യൂ നമുക്ക് കിട്ടി. പി എന്ന് പറയുന്ന ലോഡ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. പ്രീ സ്ട്രെസിംഗ് ലോഡ് എന്ന് പറയുന്നത് 1500 kN ആണ്. ഇനി ഡെഡ് ലോഡ്, അതായത് WD ഡെഡ് ലോഡ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് 0.25 into 0.5 into 25. അപ്പൊ നമുക്ക് 3.125 kN കിട്ടി. ഇനി മൊമെന്റ് ഡ്യൂ ടു ഡെഡ് ലോഡ് എന്ന് പറയുന്നത് WD L²/8 ആണ്. അപ്പൊ നമുക്ക് 87.89 കിട്ടും. ഇനി മൊമെന്റ് ഡ്യൂ ടു സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ്, അതായത് ലൈവ് ലോഡ് കൊണ്ടുള്ളത് WS L²/8 ആണ്. അതിന്റെ വാല്യൂ നമുക്ക് 140.625 kN കിട്ടും. ഇനി നമ്മൾ സ്ട്രെസ്സസ് കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ കാൽക്കുലേഷൻ ഓഫ് സ്ട്രെസ് അറ്റ് ഇനീഷ്യൽ സ്റ്റേജ്, അതായത് അറ്റ് ട്രാൻസ്ഫർ ഓഫ് പ്രീ സ്ട്രെസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള ഇനീഷ്യൽ സ്ട്രെസ്സസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സ്ട്രെസ് അറ്റ് ടോപ്പ് മോസ്റ്റ് ഫൈബറിലെ സ്ട്രെസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഓൾറെഡി ഇക്വേഷൻ അറിയാം. P/A മൈനസ് PE/Z പ്ലസ് M/Z ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ഫോഴ്സ്, അതായത് പ്രീ സ്ട്രെസ് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫോഴ്സ് തന്നെ, ഇനീഷ്യലി നമുക്ക് ഓൾറെഡി ഉള്ള ഫോഴ്സ് തന്നെയാണ് ട്രാൻസ്ഫറിന്റെ സമയത്ത് ഉണ്ടാവുക. അപ്പൊ 1500 തന്നെ നമ്മൾ എടുക്കണം. 1500 into 10�3 by ഏരിയ 10�3 ന്യൂട്ടണിലേക്ക് ആക്കിയതാണ്. ഇനി ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മൊമെന്റ് എന്ന് പറയുന്നത് ഡെഡ് ലോഡ് കാരണമുള്ള മൊമെന്റ് മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. കാരണം ട്രാൻസ്ഫറിന്റെ സമയത്ത് ഡെഡ് ലോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. UDL അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലോഡ് നമ്മൾ അപ്പൊ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അറ്റ് ട്രാൻസ്ഫർ ഓഫ് പ്രീ സ്ട്രെസ് നമ്മൾ കൊടുക്കേണ്ടത് മൊമെന്റ് ഡ്യൂ ടു ഡെഡ് ലോഡ് മാത്രമാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്, അതായത് നമ്മുടെ ഫോഴ്സ്, പ്രീ സ്ട്രെസിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് ഫോഴ്സ് തന്നെ ഉണ്ടായിരിക്കണം. എഫക്റ്റീവ് ഫോഴ്സ് അല്ല, അതായത് ലോസ് കഴിഞ്ഞിട്ടുള്ള ഫോഴ്സ് അല്ല നമ്മൾ എടുക്കേണ്ടത്. ഓൾറെഡി ഉള്ള കംപ്ലീറ്റ് ഫോഴ്സ് തന്നെ നമ്മൾ ഇവിടെ കൊടുക്കണം. അങ്ങനെ P/A മൈനസ് PE/Z പ്ലസ് MD/Z ആണ് ടോപ്പ് മോസ്റ്റ് കോൺക്രീറ്റ് ഫൈബറിൽ ഉണ്ടാവുന്നത്. അതിന്റെ വാല്യൂ നമുക്ക് 6.0374 N/mm² കിട്ടി.
നെക്സ്റ്റ് സ്ട്രെസ് അറ്റ് ബോട്ടം ഫൈബർ സെയിം വാല്യൂസ് കൊടുക്കുക, P/A പ്ലസ് PE/Z മൈനസ് MD/Z. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടിയത് 17.963 Newton/mm² ആണ്. നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാൽക്കുലേഷൻ ഓഫ് സ്ട്രെസ് അറ്റ് ഫൈനൽ സ്റ്റേജ്, അതായത് ആഫ്റ്റർ ട്രാൻസ്ഫർ ഓഫ് പ്രീ സ്ട്രെസ് ആണ്. അപ്പൊ അത് നമ്മൾ ടോപ്പ് മോസ്റ്റ് കോൺക്രീറ്റ് ഫൈബറിന്റെ നോക്കാം. അതിന്റെ ഇക്വേഷൻ PT/A മൈനസ് PTE/Z പ്ലസ് MD പ്ലസ് MS/Z അതാണ്. അതായത് PT എന്ന് പറഞ്ഞാൽ ലോസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എത്രയാണ് ഫോഴ്സ് എന്ന് വെച്ചാൽ പ്രീ സ്ട്രെസിങ് ഫോഴ്സ് എത്രയാണെന്ന് വെച്ചാൽ അതിനെയാണ് നമ്മൾ PT എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മൊമെന്റ് നോക്കുമ്പോൾ നമ്മുടെ ഡെഡ് ലോഡിന്റെ മൊമെന്റ് മാത്രമല്ല, ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് കാരണമുള്ള മൊമെന്റ് രണ്ടിന്റെയും കൂടുതൽ മൊമെന്റ് എത്രയാണെന്ന് വെച്ചാൽ അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അങ്ങനെയാകുമ്പോഴത്തേക്കും PT ലോസ് എന്ന് പറയുന്നത് 12% ആണ്. അപ്പം 100 മൈനസ് 12 എത്രയാണ് നോക്കിയിട്ട് ആ ഒരു ശതമാനം. അപ്പൊ നമുക്ക് കിട്ടുന്നത് 12% കുറച്ച് കഴിഞ്ഞാൽ 1500 12% കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 1320 ആണ്. അതെങ്ങനെയാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1320 ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. PT 1320 × 10³ ബൈ ഏരിയ, ഓൾറെഡി നമുക്ക് കിട്ടിയ ഏരിയ തന്നെ. PTE/Z അതും ഈ ട്രാൻസ്ഫർ കഴിഞ്ഞ ശേഷമുള്ളത് ലോസ് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ എഫക്റ്റീവ് പ്രീ സ്ട്രെസിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഡെഡ് ലോഡും ലൈവ് ലോഡും രണ്ടും കാരണമുള്ള മൊമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന 19.82 Newton/mm². ഇനി സ്ട്രെസ് അറ്റ് ബോട്ടം ഫൈബർ എന്ന് പറയുന്നത് PT/A പ്ലസ് PTE/Z മൈനസ് MD പ്ലസ് MS/Z ആണ്. അതിന് നമുക്ക് വാല്യൂ കിട്ടുന്നത് 1.29 Newton/mm² ആണ്. അപ്പൊ നമ്മൾ ഡയഗ്രമാറ്റിക് അതിനെ റെപ്രസെന്റ് ചെയ്യുക. 250/500 ആണ്. 12 Newton/mm². 14.4 ആണ് നമ്മുടെ PE/Z വരുന്നത്. പിന്നെ MD/Z എന്ന് പറയുന്നത് 8.437 ആണ്. ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത് ടോപ്പ് മോസ്റ്റ് ഫൈബറിൽ 6.037, ബോട്ടമിൽ 17.963 ആണ് അറ്റ് ഇനീഷ്യൽ സ്റ്റേജ്, അതായത് അറ്റ് ട്രാൻസ്ഫർ ഓഫ് പ്രീ സ്ട്രെസ്. ഇനി ഫൈനൽ സ്റ്റേജിൽ ആഫ്റ്റർ ട്രാൻസ്ഫർ ഓഫ് പ്രീ സ്ട്രെസ് നമുക്ക് വരുന്നത് P/A എന്ന് പറയുന്നത് 10.56, PE/Z എന്ന് പറയുന്നത് 12.69 ആണ്. ഇനി MD പ്ലസ് MS/Z എന്ന് പറയുന്നത് 21.94 ആണ്. അങ്ങനെ ഫൈനലി നമുക്ക് പ്രീ സ്ട്രെസ് വരുന്നത് ടോപ്പ് മോസ്റ്റ് ഫൈബറിൽ 19.83, ബോട്ടം മോസ്റ്റ് ഫൈബറിൽ 1.29 Newton/mm² ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യാനുണ്ട്. A prestressed beam 350 mm wide, 800 deep, supports a live load of intensity 25 kN/meter. Effective span of beam is 10 meter. The beam is post-tensioned by a cable having cross-section area 1200 mm². The cable eccentricity varies parabolically from 0 at the ends to maximum of 250 mm at mid-span. The initial prestressing force 1500 kN and loss ratio beta at transfer is 0.9 and eta at service is 0.7. Using combined load approach, determine the stresses at mid-span. ഇപ്പോൾ combined load approach കൊണ്ട് മിഡ്-സ്പാനില്, അതായത് എൻഡില് നമുക്ക് എസെൻട്രിസിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മിഡ്-സ്പാനില് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അറ്റ് ട്രാൻസ്ഫർ ആൻഡ് അറ്റ് സർവീസ് ലോഡ് കണ്ടീഷൻ, ഈ രണ്ട് കണ്ടീഷനിലും സ്ട്രെസ് എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. പ്രീ സ്ട്രെസ്ഡ് ഡെൻസിറ്റി ഓഫ് കോൺക്രീറ്റ് ഇസ് ഗിവൻ ആസ് 24 kN/m³. 24 kN/m³ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ എടുക്കേണ്ടത് ഡെൻസിറ്റി. അപ്പൊ നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്ന കാര്യങ്ങള്, സൈസ് തന്നിട്ടുണ്ട്, പിന്നെ ലൈവ് ലോഡ് എത്രയാണ് കൊടുക്കുന്നത് എന്നുള്ളത് തന്നിട്ടുണ്ട്, 25 kN/m, ലെങ്ത് 10 മീറ്റർ, എസെൻട്രിസിറ്റി 250 mm, pre-stressing force 1500 kN. ഇനി അറ്റ് ട്രാൻസ്ഫർ ലോസ് റേഷ്യോ അറ്റ് ട്രാൻസ്ഫർ 0.9 ഡ്യൂറിങ് സർവീസ് 0.7. അങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം സെക്ഷൻ പ്രോപ്പർട്ടീസ് നോക്കുക. ഏരിയ കണ്ടുപിടിച്ചു 350 × 800. ഇപ്പൊ നമ്മൾ സെക്ഷൻ മോഡുലസില് ബോട്ടം ആൻഡ് ടോപ്പ് രണ്ട് നമ്മുടെ പ്രീസ്ട്രെസ് ബീം ഒരു റെക്ടാംഗിൾ ബീം ആയതുകൊണ്ട്
അതിന് BD²/6 മതി, ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതിന്റെ വാല്യൂ 37,333,333.33 mm³ ആണ്. സെൽഫ് വെയിറ്റ് ഓഫ് ബീം 0.35 × 0.8 × 1 × 24 ആണ്. അപ്പൊ 6.72 kN/m ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് സ്ട്രെസ് അറ്റ് ട്രാൻസ്ഫർ ആണ് നമ്മൾ നോക്കേണ്ടത്. സ്ട്രെസ് അറ്റ് ട്രാൻസ്ഫർ നോക്കുമ്പോഴത്തേക്കും പ്രീസ്ട്രെസിംഗ് ഫോഴ്സ് 1500 kN ആണ് നമുക്ക് തന്നിരിക്കുന്നത്. പ്രീസ്ട്രെസിംഗ് ഫോഴ്സ് ആഫ്റ്റർ ഇമ്മീഡിയറ്റ് ലോസ് അതായത് അറ്റ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെറിയൊരു ലോസ് ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ഇമ്മീഡിയറ്റ് ലോസ് റേഷ്യോ ആണ് ബീറ്റ നമുക്ക് തന്നിരിക്കുന്നത് 0.9. അതുകൊണ്ട് നമ്മൾ അത് കൺസിഡർ ചെയ്യുക. അത് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1350 kN ആണ്. അപ്പൊ അറ്റ് ട്രാൻസ്ഫർ ബെൻഡിങ് മൊമെന്റ് ഡ്യൂ ടു സെൽഫ് വെയിറ്റ്. അറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ നമ്മൾ ലൈവ് ലോഡ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് സെൽഫ് വെയിറ്റ് കാരണം മാത്രമുള്ള ബെൻഡിങ് മൊമെന്റ് ആണ്. WSW സെൽഫ് വെയിറ്റ് L²/8 അതായത് 6.72 × 10⁻⁸ ദാറ്റ് ഇസ് 84 kN ആണ്. ഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് P/A അതായത് PT/A 4.82 കിട്ടി. സ്ട്രെസ് ഡ്യൂ ടു എസെൻട്രിസിറ്റി PE/Z അത് നമുക്ക് 9.04 N/mm² കിട്ടി. ഇനി സ്ട്രെസ് ഡ്യൂ ടു ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് 84 × 10⁻⁶/Z അത് നമുക്ക് 2.25 N/mm² കിട്ടി. ഇനി ഇത് വെച്ചിട്ട് ടോട്ടൽ സ്ട്രെസ് അറ്റ് ടോപ്പ് ഫൈബർ എന്ന് പറയുന്നത് PT/A മൈനസ് PTE/Z പ്ലസ് 1.97 N/mm² കിട്ടി. ഇനി ബോട്ടം ഫൈബർ ആണെങ്കിൽ നമുക്ക് PT/A പ്ലസ് PTE/Z മൈനസ് MDL/Z എന്ന് കിട്ടി. അതായത് 11.61 N/mm². അതിന്റെ ഡയഗ്രമാറ്റിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ലോസ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ പ്രീസ്ട്രെസിംഗ് ഫോഴ്സിൽ ലോസ് കൺസിഡർ ചെയ്തത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അറ്റ് സർവീസിൽ എത്രയാണ് നമ്മുടെ സ്ട്രെസ്സസ് എന്നുള്ളതാണ്. പ്രീസ്ട്രെസിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് 0.7 അതായത് നമുക്ക് അറ്റ് സർവീസിൽ ലോസ് എന്ന് പറഞ്ഞാൽ 0.7 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 0.7 1500 ആണ്. അപ്പൊ നമുക്ക് 1050 kN ആണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ലോസ് അല്ല, ലോസ് റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് 0.7 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ 0.9ഉം ലോസ് റേഷ്യോ ആയതുകൊണ്ടാണ് 0.9 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇനി ബെൻഡിങ് മൊമെന്റ് അറ്റ് മിഡ് സ്പാൻ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സർവീസിലായത് കൊണ്ട് തന്നെ നമ്മൾ ഡെഡ് ലോഡിന്റെയും ലൈവ് ലോഡിന്റെയും രണ്ടിന്റെയും വെയിറ്റ് കാരണമുള്ള മൊമെന്റ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ നമ്മുടെ മൊമെന്റ് എന്ന് പറയുന്നത് WL²/8 ആണ്. അപ്പൊ നമുക്ക് ടോട്ടലി കിട്ടുന്നത് 396.5 kN ആണ്. നെറ്റ് സ്ട്രെസ് അറ്റ് ടോപ്പ് ഫൈബർ എന്ന് പറയുന്നത് PS/A മൈനസ് PSE/Z പ്ലസ് MS/Z ആണ്. അതിന്റെ വാല്യൂ PS എന്ന് പറയുന്നത് പ്രീസ്ട്രെസിംഗ് ഫോഴ്സ് അറ്റ് സർവീസ് ആണ്. ബാക്കിയൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്നത്. MS എന്ന് പറയുന്നത് മൊമെന്റ് ഡ്യൂ ടു ലൈവ് ലോഡ് പ്ലസ് മൊമെന്റ് ഡ്യൂ ടു ഡെഡ് ലോഡ് കോമ്പിനേഷൻ ആണ് MS. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വാല്യൂ കിട്ടുന്നത് 7.34 N/mm² ആണ്. ഇനി സ്ട്രെസ് അറ്റ് ബോട്ടം ഫൈബർ എന്ന് പറയുന്നത് PS/A പ്ലസ് PE/Z മൈനസ് MS/Z. അതിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0.161 ആണ്. അപ്പൊ നമുക്ക് കാണാം, നമ്മുടെ ഡയഗ്രാം കാണാം. ഡയഗ്രത്തിൽ നമുക്ക് രണ്ടും കംപ്രഷൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇൻ സർവീസ്. ഓക്കെ, താങ്ക് യു. Okay, an unsymmetrical I section beam is used to support an imposed load of 2 kN/m over a span of 8 meters. The sectional details are given in figure. At center span, the effective pre-stress of 100 kN is applied at 50 mm eccentricity from the soffit of the beam. Estimate the stresses at center of span section of beam for the following condition: at transfer, at service. അപ്പം ട്രാൻസ്ഫറും സർവീസും എങ്ങനെയാണെന്ന് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഐ സെക്ഷൻ, അൺസിമെട്രിക്കൽ ഐ സെക്ഷൻ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്നാണ് ഇതിൽ നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഗിവൻ ഡേറ്റാസ് ഒക്കെ നമ്മൾ എഴുതുന്നു. അതായത്
ലൈവ് ലോഡ് തന്നിരിക്കുന്നത് 2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ലെങ്ത് ഓഫ് ദ ബീം എന്ന് പറയുന്നത് 8 മീറ്റർ ആണ്. പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 100 കിലോ ന്യൂട്ടൺ. എന്താണ് എസെൻട്രിസിറ്റി പറയുന്നത് 50 mm ഫ്രം സോഫിറ്റ് ഓഫ് ദ ബീം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ബോട്ടത്തിൽ നിന്നാണ് നമ്മൾ എസെൻട്രിസിറ്റി 50 എന്ന് പറഞ്ഞിരിക്കുന്നത്, 50 mm. അപ്പൊ സെക്ഷൻ ഡീറ്റെയിൽസിൽ ഫസ്റ്റ് നമ്മള് ടോപ്പ് ഫൈബേഴ്സും ബോട്ടം ഫൈബറും സെൻട്രോയിഡൽ ആക്സിസ് സെന്ററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടുപിടിക്കണം. അതിന് നമ്മള് y ഡാഷ് ഈക്വേഷൻസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. y ബാർ ഈക്വൽ ടു a1 y1 പ്ലസ് a2 y2 പ്ലസ് അങ്ങനെ ബൈ a1 a2 വേർ സ്മോൾ a1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സെക്ഷൻ. y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റർ എന്താണ് ആ ഒരു സെക്ഷന്റെ സെൻട്രോയിഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, അതാണ് ബേസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, അതാണ് y1 എന്ന് പറയുന്നത്. ആ ഒരു സെക്ഷന്റെ സെന്റർ ഫ്രം ദ ബേസ്, അങ്ങനെയാണ് y1 അല്ലെങ്കിൽ y2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ yb എന്ന് പറയുന്നത് ബോട്ടത്തിൽ നിന്ന് നമുക്ക് നോക്കാം. a1 y1 അതായത് 300 into 60 എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഏരിയ, എന്താ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 300 into 60. അപ്പൊ നമുക്ക് ഇതിന്റെ ഏരിയ കിട്ടി. ഇനി y1 എന്ന് പറയുന്നത് ഈ ഒരു ബേസിൽ നിന്ന് ഈ ഒരു സെക്ഷന്റെ മിഡിൽ വരെയുള്ളത്, ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ 30 ആണ് ഇതിന്റെ മിഡിൽ, 30 പ്ലസ് 280 പ്ലസ് 60, അതാണ് നമുക്ക് കിട്ടുന്ന 370 എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ സെക്ഷൻ 3 സെക്ഷൻ ആണ്. ഐ സെക്ഷനിൽ 3 സെക്ഷൻ, ടോപ്പ് സെക്ഷൻ, മിഡിൽ സെക്ഷൻ, ടോപ്പ് ഫ്ലാഞ്ച്, മിഡിൽ വെബ്, ബോട്ടം ഫ്ലാഞ്ച്, അങ്ങനെ 3 സെക്ഷൻ ആയിട്ട് നമ്മൾ എടുത്തിട്ട് അതാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. YB അപ്പൊ നമ്മൾ 243.96 mm ആണ് ഇതിന്റെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത്. ഓൾമോസ്റ്റ് ഈക്വൽ ടു 244. അപ്പൊ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 244 മൈനസ് 50. സെൻട്രോയിഡ് എന്ന് പറയുന്നത് ബോട്ടത്തിൽ നിന്ന് 244 mm ഹൈറ്റിലാണെന്നാണ് മനസ്സിലായത്. അപ്പോൾ മൈനസ് 50 ചെയ്യുമ്പോൾ 194 mm. സെന്ററിൽ നിന്ന് 194 mm ഡിസ്റ്റൻസിലാണ് നമ്മുടെ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ടോപ്പിൽ നിന്ന് 400 ആണ് ടോട്ടൽ ഡെപ്ത്. അപ്പൊ ടോപ്പിൽ നിന്നുള്ള സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 156 mm ആണ്. അപ്പൊ നമുക്ക് സെൻട്രോയിഡിന്റെ അടുത്തേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി. ഇനി നമ്മള് എന്താ കണ്ടുപിടിക്കേണ്ടത്? നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഐയുടെ വാല്യൂ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയാം, ഐ സെക്ഷൻ്റെ BD3/12 പ്ലസ് AH² ആണ്. AH² IXX1, അതായത് 3 സെക്ഷൻ ആയിട്ട് തന്നെ ചെയ്തിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഐ സെക്ഷന്റെ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് അറിയാം. BD3/12 പ്ലസ് AH² 300 into 60 3/12 പ്ലസ് A എന്ന് പറയുന്നത് അതിന്റെ ആ സെക്ഷന്റെ ഏരിയ ആണ്. 300 into 60 into 156.04 മൈനസ് 30², അതായത് ടോപ്പിൽ നിന്ന് സെൻട്രോയിഡിൽ നിന്ന് അവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് H എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഇവിടെയാണ് സെൻട്രോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലൂടെ ഒരു സെൻട്രോയിഡ് പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് H എന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് H എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ സെക്ഷനിലും അങ്ങനെ IXX1 കിട്ടി, IXX2 കിട്ടി, IXX3 കിട്ടി. അത് 3 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് IXX എന്ന് പറഞ്ഞ വാല്യൂ കിട്ടുന്നത്. സോ നമ്മൾ 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ 75.745 into 10⁻⁷ mm/4 ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് ZT is equal to IXX/YT സെക്ഷൻ മോഡുലസ് എന്ന് പറയുമ്പോഴത്തേക്കും മൊമെന്റ് ഓഫ് ഇനർഷ്യ ബൈ YT, അതായത് ടോപ്പിൽ നിന്ന് ഇപ്പൊ സെക്ഷൻ മോഡുലസ് T ടോപ്പിലാണ് ഉള്ള സെക്ഷൻ മോഡുലസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ IXX/YT സെൻട്രോയിഡ്, ടോപ്പിൽ നിന്ന് സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ എഴുതി. IXXന്റെ വാല്യൂ, അതിന്റെ വാല്യൂ നമ്മളിവിടെ എഴുതി. അതുപോലെ ZB സെക്ഷൻ മോഡുലസ് എങ്ങനെ? ബോട്ടത്തിൽ നിന്നും. അപ്പോൾ IXX/YB
ബോട്ടത്തിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 244 ആണ്, അത് നമ്മൾ എഴുതി. അപ്പൊ നമുക്ക് രണ്ടിന്റെ വാല്യൂ കിട്ടി, സെറ്റ് ടി ആൻഡ് സെറ്റ് ബി. ഇനി ഏരിയ, മൊത്തം ഐ സെക്ഷന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. 300 into 60 plus 80 into 280 plus 100 into 60. അപ്പൊ നമുക്ക് 46400 mm² ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡെഡ് ലോഡ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും എന്താണ് ചെയ്യേണ്ടത്? 25 into ഏരിയ ചെയ്യുമ്പോഴത്തേക്കും 1.16 kN per meter. ഇത് mm²ലാണ്, അത് കൺവേർട്ട് ചെയ്തതാണ് ബൈ 10⁻⁶ ചെയ്തിട്ട്. ഇപ്പൊ നമ്മൾ സെക്ഷൻ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എടുത്തു. നെക്സ്റ്റ് സ്ട്രെസ് ട്രാൻസ്ഫർ. അപ്പോൾ ഫോഴ്സ് നമുക്ക് തന്നിരിക്കുന്നത് 100 kN ആണ്. ഇവിടെ അറ്റ് ട്രാൻസ്ഫറിൽ ലോസ് ഒന്നും തന്നിട്ടില്ല. സോ നമ്മൾ അതേ ഫോഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മൊമെന്റ് എന്ന് പറയുന്നത് WL²/8 ഡ്യൂ ടു ഡെഡ് ലോഡ്. അത് നമുക്ക് 9.28 ആണ് കിട്ടിയിരിക്കുന്നത്. ഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് 2.155. സ്ട്രെസ് ഡ്യൂ ടു എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് അതിൽ ടോപ്പിലും ബോട്ടത്തിലും വേറെ വേറെ കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം നമുക്ക് സെക്ഷൻ മോഡുലസ് ഡിഫറെന്റ് ആണ്. അപ്പോൾ സ്ട്രെസ് ഡ്യൂ ടു എസെൻട്രിസിറ്റി അറ്റ് ടോപ്പ് എന്ന് പറയുന്നത് PE/ZT ആണ്. അപ്പൊ അതിന്റെ വാല്യൂ നമുക്ക് 3.99 N/mm² കിട്ടി. നെക്സ്റ്റ് അറ്റ് ബോട്ടം PE/ZB ആണ്, അത് 6.24 N/mm² കിട്ടി. ഇനി സ്ട്രെസ് ഡ്യൂ ടു എക്സ്റ്റേണൽ മൊമെന്റിലും ടോപ്പ് ആൻഡ് ബോട്ടം ഉണ്ട്, കാരണം സെക്ഷൻ മോഡുലസ് ഇവിടെയും വരുന്നുണ്ട്. അപ്പം ടോപ്പിലും ബോട്ടത്തിലും വേറെ വേറെ തന്നെ കൊടുക്കുക. അതിന്റെ വാല്യൂസ് അറ്റ് ടോപ്പ് നമുക്ക് കിട്ടുന്നത് 1.91 N/mm². അറ്റ് ബോട്ടം നമുക്ക് കിട്ടുന്നത് 2.988 N/mm². നെറ്റ് സ്ട്രെസ് അറ്റ് ടോപ്പ് ഫൈബർ നമുക്ക് ഓൾറെഡി ഇക്വേഷൻ അറിയാം. P/A മൈനസ് PE/ZT പ്ലസ് M/ZT. ഇത് ടോപ്പിലായതുകൊണ്ട് ടോപ്പ് സെക്ഷൻ മോഡുലസ് ടോപ്പ് തന്നെ എടുക്കണം. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.075 N/mm². നെറ്റ് സ്ട്രെസ് അറ്റ് ബോട്ടം ഫൈബർ എന്ന് പറയുന്നത് P/A പ്ലസ് PE/ZB മൈനസ് M/ZB ആണ്, 5.415 N/mm². ഇനി സ്ട്രെസ് അറ്റ് സർവീസിലാവുമ്പോഴുള്ള മാറ്റം എന്താണ്? ടോട്ടൽ മൊമെന്റ് ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്, ഡെഡ് ലോഡിനെ മാത്രമല്ല. അപ്പൊ നമ്മൾ ടോട്ടൽ മൊമെന്റ് കൺസിഡർ ചെയ്തു. ഇവിടെയും ലോസ് ഒന്നും പറഞ്ഞിട്ടില്ല. സോ നമ്മൾ അത് സെയിം സ്ട്രെസ് തന്നെയാണ്, സെയിം ഫോഴ്സ് തന്നെയാണ് എടുക്കുന്നത്. കാരണം ഇവിടെ പ്രത്യേകിച്ച് ലോസ് പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ ഓക്കെ. നെക്സ്റ്റ് സ്ട്രെസ്സസ് അറ്റ് സർവീസ് ആണ്. അപ്പൊ നമുക്ക് ഇതിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് രണ്ട് മൊമെന്റും ലൈവ് ലോഡ് കാരണമുള്ള മൊമെന്റും ഡെഡ് ലോഡ് കാരണമുള്ള മൊമെന്റും നമ്മൾ കൺസിഡർ ചെയ്യും. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടിയിരിക്കുന്നത് 25.28 kN/m ആണ്. ഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് ഇവിടെ പ്രത്യേകിച്ച് ലോസ് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ലോസ് അസ്യൂം ചെയ്യാം, ഒരു 15% അസ്യൂം ചെയ്യാം. അല്ലെങ്കിൽ തന്നിരിക്കുന്ന സ്ട്രെസ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് അങ്ങനെ തന്നെ എടുക്കാം. ഞാനിപ്പോ അങ്ങനെ തന്നെ എടുത്തിരിക്കുകയാണ്. 100 into 10⁻³ equal to 2.155 N/mm². In stress due to eccentricity, അപ്പൊ ടോപ്പിലും കൺസിഡർ ചെയ്യണം, ബോട്ടത്തിലും കൺസിഡർ ചെയ്യണം. സെയിം തന്നെയാണ് വരുന്നത്. 3.99 N/mm² at top and 6.24 N/mm² at bottom. നെക്സ്റ്റ് സ്ട്രെസ് ഡ്യൂ ടു ബെൻഡിങ് മൊമെന്റ്. ബെൻഡിങ് മൊമെന്റ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ രണ്ടും കൂടിയുള്ള ബെൻഡിങ് മൊമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ടോപ്പിൽ നമുക്ക് വരുന്നത് 5.207 N/mm² ആണ്. ബോട്ടത്തിൽ 8.142 N/mm² ആണ്. ഇനി നെറ്റ് സ്ട്രെസ് നമുക്ക് നോക്കാം. നെറ്റ് സ്ട്രെസ് അറ്റ് ടോപ്പ് എന്ന് പറയുമ്പോൾ P/A മൈനസ് PE/ZT പ്ലസ് MS/ZT. ടോപ്പിലായതുകൊണ്ട് സെക്ഷൻ മോഡുലസ് നമ്മൾ ടോപ്പിലെയാണ് എടുക്കുന്നത്. സോ നമ്മുടെ ആൻസർ 3.372 N/mm² ആണ്. നെക്സ്റ്റ് അറ്റ് ബോട്ടം എന്ന് പറയുമ്പോഴത്തേക്കും 2.155 പ്ലസ് 6.24 മൈനസ് 8.142 ദാറ്റ് ഇസ് 0.253 N/mm². അതാണ് ബോട്ടത്തിൻ്റെത്. ഇപ്പൊ നമുക്ക് ഡയഗ്രാംസ് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് അവസാനം കിട്ടുന്ന ഡയഗ്രാംസ് എന്ന് പറയുന്നത്. അറ്റ് ട്രാൻസ്ഫർ ആൻഡ് അറ്റ് സർവീസ് നമുക്ക് രണ്ടിലും കാണാം. രണ്ടും പോസിറ്റീവ് തന്നെയാണ്. നെഗറ്റീവ് ആയതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റില്
നമുക്ക് ടെൻഷൻ അല്ലെങ്കിൽ ലോഡ് കുറച്ചധികം എടുക്കാൻ പറ്റും. കാരണം നമ്മൾ ഓൾറെഡി എടുക്കുന്ന ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിരിക്കും. അതിനകത്ത് വരുന്ന സ്ട്രെസ്സിന്റെ ഓപ്പോസിറ്റ് ആവുന്നത് കാരണം നമുക്ക് കുറച്ചധികം ലോഡ് എടുക്കാൻ പറ്റും പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിൽ. അപ്പൊ ഈ പ്രോബ്ലം മനസ്സിലായല്ലോ അല്ലെ?